സ്തുതിക്ക് യോഗ്യനായ യഹോവേ, ഞങ്ങൾ അങ്ങേ വിളിച്ച് അപേക്ഷിക്കുകയും ഞങ്ങളുടെ ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് ഞങ്ങൾ രക്ഷ പ്രാപിക്കുകയും ചെയ്യുമെന്ന് സങ്കീർത്തനക്കാരനോട് ചേർന്ന് പറയാൻ ഞങ്ങൾ ഈ പ്രഭാതത്തിൽ യോഗ്യത തന്ന് നിർത്തിയതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളുടെ മനസ്സൊക്കെ കുറവുള്ളതാണ്, ബലമില്ലാത്ത അനുഭവമാണ്, നിരാശ ജീവിതത്തിലുണ്ടാകും. ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളുടെയും കാരണം വിശ്വാസക്കുറവാകുന്നു. ഞങ്ങളത് നിൻ്റെ മുമ്പിൽ പൂർണ്ണമായും ഏറ്റുപറയുന്നു. ഞങ്ങളെ അവിടുന്ന് സ്വീകരിക്കണം കർത്താവേ. ഞങ്ങൾക്ക് വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ എന്ന് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. ശദ്രക്കും മേശക്കും അബേദ്നെഗോവും തീയുടെ നടുവിലേക്ക് വലിച്ചെറിയപ്പെടുമ്പോഴും അവിടെ ഞങ്ങളെ സംരക്ഷിക്കാൻ സർവശക്തനായ ദൈവം ഉണ്ട് എന്ന് ഉറച്ച് വിശ്വസിച്ചതുപോലെ ഞങ്ങൾക്കും വിശ്വസിപ്പാൻ കൃപ തരണമേ. ഹന്ന ദൈവത്തിൽ നിന്ന് കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ച് അവളുടെ നിന്ന മാറ്റി എടുക്കുവാൻ സഹായിച്ചതുപോലെ ഞങ്ങളുടെ ഹൃദയത്തിലും ശക്തിയും ബലവും തന്ന് മനസ്സിനെ ധൈര്യപ്പെടുത്തി കൃപ കൊണ്ട് പൊതിഞ്ഞ് നിലനിർത്തണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ രോഗം ഞങ്ങളുടെ തകർത്ത് കളയാറുണ്ട്, ഞങ്ങളുടെ കടബാധ്യത ഞങ്ങളുടെ തകർത്ത് കളയാറുണ്ട്. ദൈവമായ കർത്താവെ, ഞങ്ങൾ ആഗ്രഹിക്കുന്ന നടക്കാതെ വരുമ്പോൾ, ദുഷ്ടൻ ഞങ്ങളുടെ മേൽ തീർന്നു എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ നിരാശ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. എന്നാൽ ഇതിൻ്റെയൊക്കെ നടുവിൽ സർവശക്തനായ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് പൊതിഞ്ഞ് വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്ന് പറഞ്ഞത് ഏറ്റെടുത്ത് ആ മഹത്വം കണ്ട് കൃപയിൽ നിലനിൽപ്പാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണം. ഇന്ന് യാത്രയ്ക്ക് ഒരുങ്ങുന്ന മക്കളെ ഇവിടുന്ന് സഹായിക്കണമേ. ജോലിക്ക് പോകുന്ന കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ, നിൻ്റെ മക്കളുടെ എല്ലാ ആവശ്യങ്ങളുടെ മേലും നിൻ്റെ കൃപ ഇറങ്ങി വന്ന് അനുഗ്രഹിച്ച് കൃപയിൽ പൊതിഞ്ഞ് വഴി നടത്തുമാറാകണമേ. നിരാശയില്ലാത്തൊരു പകലായി മാറുവാൻ, പ്രത്യാശ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന, സന്തോഷം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന, ആനന്ദം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു പകൽക്കാലമായി മാറുവാൻ അവിടുന്ന് ഇടയാക്കണമേ. സന്ധ്യയ്ക്ക് ദൈവസന്നിധിയിൽ ഇരുന്ന് സന്തോഷത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു പകലായി മാറുവാൻ അവിടുത്തെ എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ. അവരുടെ ഓരോ ആവശ്യങ്ങളുടെ മേലും അവിടുത്തെ കരുണ കൊണ്ട് നിറച്ച് അനുഗ്രഹിച്ച് എല്ലാവരെയും സമാധാനത്തോടെ നടത്തണം. പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ തന്നെ ആമേൻ, 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 ആമേൻ.